പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം മഞ്ചേരി സ്വദേശിയായ ശങ്കരനാരായണൻ എന്ന 75-കാരൻ ഈ ലോകത്ത് നിന്നും വിടവാങ്ങിയിരിക്കുകയാണ്. കൃഷ്ണപ്രിയയുടെ അച്ഛൻ എന്ന നിലയിൽ മലയാളികൾ ഇദ്ദേഹത്തിന്റെ മുഖം ഒരു കാരണവശാലും മറന്നു പോകില്ല. അച്ഛൻ എന്ന വാക്കിന് പുതിയ അർത്ഥവും മാനവും ഒക്കെ ഈ മലയാളിക്ക് കാട്ടിത്തന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. കൃഷ്ണപ്രിയ എന്ന തന്റെ 13-കാരിയായ മകളെ ബലാത്സംഗം ചെയ്ത് കൊന്ന അയൽക്കാരനായ മുഹമ്മദ് കോയ എന്ന ചെറുപ്പക്കാരനെ ഒറ്റ വെടിക്ക് നാടൻ തോക്ക് ഉപയോഗിച്ച് കൊന്ന മനുഷ്യനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ആ സംഭവബഹുലമായിട്ടുള്ള ആ ഒരു ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നില്ല. മലപ്പുറം മഞ്ചേരിയിൽ 2001 സംഭവം നടക്കുന്നത്. ശങ്കരനാരായണൻ ശാന്തകുമാരി ദമ്പതികർക്ക് 3 മക്കളാണുള്ളത്. 2 ആൺമക്കളും ഇളയ മകളായ കൃഷ്ണപ്രിയ 13 വയസ്സുകാരി. ഈ മകള് സ്കൂൾ വിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുന്ന സമയം, വീട്ടിലെത്തുവാൻ വേണ്ടി ഇനി 1 കിലോമീറ്റർ മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്താണ് ഈ അയൽപക്കക്കാരനായ മുഹമ്മദ് കോയ എന്ന ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നത്. വൈകുന്നേരം സ്കൂൾ വിട്ട് കൃഷ്ണപ്രിയ വീട്ടിലെത്താൻ വൈകുന്നത് അറിഞ്ഞ ശങ്കരനാരായണനും കുടുംബവും അതുപോലെ തന്നെ അയൽപക്കക്കാരും എല്ലാം ചേർന്ന് ഈ പെൺകുട്ടിയെ തിരയുന്നു. അപ്പോൾ ഈ കൊലയാളിയായ മുഹമ്മദ് കോയയും ഒപ്പം കൂടി. അങ്ങനെ തെരച്ചിലിനൊടുവിലാണ് ഈ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അങ്ങനെ കൃഷ്ണപ്രിയ എന്ന 13-കാരിയുടെ കൊലപാതകം സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുകയും അവസാനം മുഹമ്മദ് കോയ എന്ന ഈ കൊലയാളിയിലേക്ക് എത്തുകയും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് കോടതി നടപടികളുടെ ഭാഗമായിട്ട് ഈ മുഹമ്മദ് കോയയെ ശിക്ഷിക്കുകയും ചെയ്തു. എന്നാൽ 2002 മുഹമ്മദ് കോയ പരോളിൽ ഇറങ്ങി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയുടെ നിയമം അനുസരിച്ച് ഒരു പ്രതിയെ ശിക്ഷിച്ചുവെങ്കിലും പിന്നീട് പരോള് ലഭിക്കും. 2001 ഈ പ്രതിയെ ശിക്ഷിക്കുന്നത്. പിന്നീട് 2002 തന്നെ ഈ മുഹമ്മദ് കോയ എന്ന ഈ ഒരു പ്രതി ജാമ്യത്തിലിറങ്ങി. അപ്പോൾ ഒരു അച്ഛൻ എന്ന നിലയിൽ ശങ്കരനാരായണനെ സംബന്ധിച്ച് തന്റെ പൊന്നോമനെ ഇത്ര ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഈ പ്രതി ഇങ്ങനെ സമൂഹത്തില് സ്വാതന്ത്ര്യത്തോടു കൂടി സഞ്ചരിക്കുന്നത് ആ അച്ഛന് സഹിച്ചില്ല. അങ്ങനെയാണ് ഈ അച്ഛൻ ഒരു നാടൻ തോക്ക് ഉപയോഗിച്ച് ഈ പ്രതിയെ വെടിവെച്ച് കൊല്ലുന്നത്. പരോളിലിറങ്ങിയ മുഹമ്മദ് കോയയെ നാടൻ തോക്ക് ഉപയോഗിച്ച് വെടിവെച്ച് കൊന്നതിന് ശേഷം ശങ്കരനാരായണൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. അതിനുശേഷം 2002 തന്നെ അന്നത്തെ സെഷൻ കോടതി ശങ്കരനാരായണൻ ഉൾപ്പെടെ 3 പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. എന്നാൽ 2006 ഈ കേസ് ഹൈക്കോടതിയിലെത്തി. അവിടെ വലിയ അത്ഭുതങ്ങളാണ് സംഭവിച്ചത്. അതായത് ഈ മുഹമ്മദ് കോയ എന്ന പ്രതി ഒരുപാട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ധാരാളമായിട്ട് ശത്രുക്കളുണ്ട്. വേറെ ഏതെങ്കിലും ശത്രുക്കളായിരിക്കാം അത് ചെയ്തത്. പോലീസിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇദ്ദേഹത്തിനെതിരെ ഹാജരാക്കാൻ സാധിച്ചില്ല എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഹൈക്കോടതി ഈ 3 ആളുകളെ, അതായത് ശങ്കരനാരായണൻ ഉൾപ്പെടെ 3 പേരെയും വെറുതെ വിടുകയാണ് ചെയ്തത്. നമ്മളൊരു കാര്യം ചിന്തിക്കണം. 2001, 2002, 2006 കാലഘട്ടമൊക്കെ അന്ന് ആ സമയത്തൊന്നും വലിയ രീതിയിൽ ഇതുപോലുള്ള ദൃശ്യമാധ്യമങ്ങളൊന്നുമില്ല. പത്രങ്ങൾ മാത്രമേ ഉള്ളൂ. പത്രങ്ങളാണ് അന്ന് പ്രധാനമായിട്ട് ഈ കേസ് റിപ്പോർട്ട് ചെയ്തത്. അന്ന് പത്രങ്ങളൊക്കെ വായിക്കുന്ന ആളുകൾ വളരെ കുറവാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ പോലും ഈ അച്ഛൻ, അതായത് ഒരു അച്ഛൻ എന്ന നിലയിൽ ഈ അച്ഛന് വലിയ പ്രശംസയാണ് മലയാളി സമൂഹത്തിന്റെ ഇടയിൽ നിന്നും കിട്ടിയത്. പിന്നീട് ദൃശ്യമാധ്യമങ്ങളൊക്കെ വന്നതിന് ശേഷവും ഈ അച്ഛനെ കുറിച്ച് വലിയ രീതിയിലുള്ള വാർത്തകൾ വന്നു. ഈ അച്ഛന്റെ ഈ ഒരു ജീവിതം പ്രത്യേകമായിട്ട് ഉദ്ധരിച്ചുകൊണ്ടുള്ള സിനിമകൾ, വൈരം എന്ന് പറയുന്ന സിനിമ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇറങ്ങുന്ന സാഹചര്യം കേരളത്തിലുണ്ടായി. അപ്പോൾ അത്രയ്ക്ക് അധികം ഒരു അച്ഛൻ എന്ന നിലയിൽ, ഒരു മകൾക്ക് വേണ്ടി നീതി നടപ്പാക്കിയ ഒരു അച്ഛൻ എന്ന നിലയിൽ ഈ അച്ഛന് ഈ കേരളീയ സമൂഹത്തിന്റെ ഇടയിൽ വലിയ അംഗീകാരമാണ് ലഭിച്ചിരുന്നത്. ഇദ്ദേഹം ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ട്, അതായത് സെക്ഷൻ കോടതി ശിക്ഷ വിധിച്ച് ശിക്ഷിക്കപ്പെട്ട് 2002, 2003, 2004 കാലഘട്ടത്തിലൊക്കെ ജയിലിൽ കഴിയുന്ന സമയത്ത് ഒരുപാട് കത്തുകൾ അന്ന് വന്നിരുന്നു ഈ അച്ഛനെ പ്രശംസിച്ചുകൊണ്ട്. പല ആളുകളും അച്ഛ എന്ന് വിളിച്ചുകൊണ്ടാണ് പല ആളുകളും കത്തുകൾ അന്ന് എഴുതിയിരുന്നത് എന്ന് അന്നത്തെ ജയിൽ വാർഡൻ പിന്നീട് പത്രമാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. താൻ ഓമനിച്ച് വളർത്തിയ തന്റെ മകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്ന പ്രതിക്ക് സ്വയം ശിക്ഷ നടപ്പിലാക്കിയ ഈ അച്ഛനെ മലയാളി സമൂഹം അന്നേ അംഗീകരിച്ചതാണ്. പിന്നീട് ഹൈക്കോടതി ഇദ്ദേഹത്തെ വെറുതെ വിടുന്ന സമയത്ത് സർക്കാർ പോലും പിന്നീട് അപ്പീലിന് പോലും പോയില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഒരു അച്ഛൻ, അതായത് ഈ മലയാളി സമൂഹം മുഴുവനും വാഴ്ത്തിയ ഈ ഒരു അച്ഛനാണ് 75-ാമത്തെ വയസ്സിൽ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖത്താൽ മരണപ്പെട്ടു പോയത്. ഈ ഒരു അച്ഛന്റെ പ്രവൃത്തിയെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.